ഹലോ ഓൾ. നമുക്കിന്ന് ടേസ്റ്റ് ഫിസിയോളജീനെ പറ്റി പഠിക്കാം. ടേസ്റ്റ് ഫിസിയോളജി എന്താണ്? എനിമൽ ഫിസിയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടേസ്റ്റ് ഫിസിയോളജി. ടേസ്റ്റ് ബഡ്സ് എന്താണ്, ടേസ്റ്റിൻ്റെ നെർവൽ സ്റ്റിമുലേഷൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലാദ്യം തന്നെ സെൻസ് ഓർഗൻ എന്താണെന്നുള്ളത് നോക്കണം. ഒരു ടേസ്റ്റിൻ്റെ സെൻസ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത് ടേസ്റ്റ് ബഡ്സ് ആണ്. ടേസ്റ്റ് ബഡ്സ് ആണ് ടേസ്റ്റിനെ റിസീവ് ചെയ്യുന്ന ഒരു സെൻസ് ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് ടേസ്റ്റ് ബഡ്സ് കാണുന്നത് ടങ് സർഫസിലായിരിക്കും. മെയിൻലി ടങ് സർഫസിലാണ്, കൂടാതെ ചെറുതായിട്ട് നമുക്ക് സോഫ്റ്റ് പെല്ലറ്റ്, എപ്പിഗ്ലോട്ടിസ്, ഫാരിങ്സിലൊക്കെ കാണാനായിട്ട് പറ്റും. ഈ ടേസ്റ്റ് ബഡ്സ് കാണാനായിട്ട് പറ്റുന്നത് ടങ് സർഫസിലുള്ള റൈസ്ഡ് പ്രൊജക്ഷൻസിലാണ്. ആ റൈസ്ഡ് പ്രൊജക്ഷനെ വിളിക്കുന്ന പേരാണ് പാപ്പില്ലേ. ടേസ്റ്റ് ബഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓവൽ ഓർ ഓണിയൻ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടാണ് ടേസ്റ്റ് ബഡ്സ് കാണാനായിട്ട് പറ്റുന്നത്. ഈ ടേസ്റ്റ് ബഡ്സ് ടങ് സർഫസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ഒരു ടേസ്റ്റ് പോറ് വഴിയാണ്. അപ്പോൾ ഇതാണ് ഒരു ടേസ്റ്റ് ബഡ് എന്ന് പറയുന്നത്. ഇത് ടങ് സർഫസിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് ടേസ്റ്റ് പോറ് വഴിയാണ്. അപ്പോൾ ഏകദേശം ഒരു ടേസ്റ്റ് ബഡ്സ്, ഒരു ഓണിയൻ ഷേപ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ബഡ്സിന് 50 മൈക്രോൺ സൈസാണ് പറയുന്നത്. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് സെൽസ് വെച്ചിട്ടാണ് ടേസ്റ്റ് ബഡ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് സെൽസിൽ ഫസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് ടേസ്റ്റ് റിസപ്റ്റർ സെൽസ് അല്ലെങ്കിൽ ഗസ്റ്റേറ്ററി സെൽസും, രണ്ടാമത് പറയുന്നത് സപ്പോർട്ടിംഗ് ഓർ സസ്റ്റൻഡിക്കുലാർ സെൽസ് ആണ്. അപ്പോൾ മെയിനായിട്ട് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിസപ്റ്റർ സെൽസ് ആണ് ടേസ്റ്റ് റിസപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സപ്പോർട്ടിംഗ് സെൽസിന് അല്ലെങ്കിൽ സസ്റ്റൻഡിക്കുലാർ സെൽസിന് സപ്പോർട്ടിംഗ് റോളാണ് ഉള്ളത്. ഇതുകൂടാതെ ബേസൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് വേറെയുണ്ട്. ഇവർ സ്റ്റെം സെൽസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് സെൽസിൻ്റെ പുതിയ ടേസ്റ്റ് സെൽസ് ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ബേസൽ സെൽസ് ആണ്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ ടേസ്റ്റ് സെല്ലെന്ന് പറയുന്നത് എപ്പോഴും പുതിയതായിട്ട് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. ടേസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് ഈ ടേസ്റ്റ് ബഡിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള എപ്പിത്തീലിയൽ ആയിട്ടുള്ള സെൽസ് എന്നാണ്. ഈ ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ ടേസ്റ്റ് സെൽസ് എന്നൊക്കെ പറയുന്നത് എപ്പിത്തീലിയൽ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ എപ്പിത്തീലിയൽ സെൽസ് മൈഗ്രേറ്റ് ചെയ്ത് സെൻറ്ററിലേക്ക് വരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്ന ടേസ്റ്റ് സെൽസ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ എന്താ പറയുക, ഈ ടേസ്റ്റ് സെൽസ് എന്നൊക്കെ പറയുന്നത് 10 days വരെയൊക്കെ ആണെങ്കിൽ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡീജനറേറ്റ് ചെയ്ത് പോവും, പുതിയ സെൽസ് ഫോം ചെയ്യും. അങ്ങനെയാണ് ഇത് ഫോം ചെയ്ത് വരുന്നത്. പിന്നെ ഈ ഒരു റിസപ്റ്റർ സെൽസിന് ഹെയർ ലൈക്ക് ആയിട്ടുള്ള സീലിയ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു മൈക്രോവേലിയ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇവരാണ് ടേസ്റ്റ് പോർന്ന് അവിടെ നിന്നുള്ള ഈ ഒരു പ്രൊജക്ഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് ടേസ്റ്റ് റിസപ്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമുക്ക് ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റുന്നത് എപ്പോഴാണ്? സലൈവയായിട്ട് അത് മിക്സ് ആവുമ്പോൾ ടേസ്റ്റ് പോറിലൂടെ ഉള്ളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ടേസ്റ്റ് സെൽസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാവുന്നത് പോലെ 4 ബേസിക് ആയിട്ടുള്ള ടേസ്റ്റ് സെൻസേഷൻസ് ആണുള്ളത്. ബിറ്റർ, സ്വീറ്റ്, സോർ, സോൾട്ട് എന്ന് പറയുന്നതാണ് 4 ബേസിക് ടേസ്റ്റ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പറയാറുണ്ട് ഒരു ടങ്ങിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയുക ടേസ്റ്റ് സെൻസേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അതായത് നമ്മൾ ടങ്ങിൻ്റെ ആൻറ്റീരിയർ ആയിട്ടുള്ള പോർഷൻസ് സ്വീറ്റും അല്ലെങ്കിൽ ബാക്കിൽ പോസ്റ്റീരിയർ ആയിട്ടുള്ള ഭാഗം ബിറ്റർ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ നമുക്ക് പുതിയ റിസർച്ച് വർക്കുകൾ അങ്ങനെയല്ല, പകരം സലൈവയിൽ മിക്സ് ചെയ്ത് നമുക്കൊരു മിക്സഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് എല്ലാ ടേസ്റ്റ് സെൻസേഷനും കിട്ടുന്നത്. അല്ലാതെ ഒരു കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടങ്ങിൻ്റെ ഈ ഒരു റീജിയൻ മാത്രമാണ് ഈ ഒരു സെൻസേഷന് കാരണമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പുതിയ റിസർച്ച് വർക്കുകൾ പറയുന്നത്. മറ്റേ ഇന്ന റീജിയൻ എന്ന് പറയുന്നത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. പിന്നെ പറയുന്നതാണ് ഉമാമി എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റും കൂടെയുണ്ട്. ഉമാമി എന്ന് പറഞ്ഞിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ടേസ്റ്റ് സെൻസേഷൻ കൂടാതെ ഉള്ളതാണ്. അവിടെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് ഒക്കെയാണ് ഈ ഒരു സെൻസേഷന് കാരണം. MSG പോലുള്ളതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് ഉള്ളത്. ഇപ്പം ഇതിൽ ഇങ്ങനെ ഉണ്ടാവുന്ന ടേസ്റ്റ് സ്റ്റിമുലസുകൾ ഫേഷ്യൽ, ഗ്ലോസോഫൈറഞ്ചിയൽ, വാഗസ് നെർവ് വഴിയാണ് എന്ത് ചെയ്യുന്നത് ടേസ്റ്റ് സെൻസേഷൻസ് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. മെയിനായിട്ട് പ്രൈമറി സെൻസേഷൻ ഓഫ് ടേസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സോർ ടേസ്റ്റ്. ബേസിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് സോർ ടേസ്റ്റ് എന്ന് പറയുന്നത്. സോർ ടേസ്റ്റിന് കാരണമാവുന്നത് ശരിക്കും ആസിഡാണ്. അപ്പോൾ ആസിഡിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും തോറും അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻസ് കൂടും തോറും സോർ ടേസ്റ്റ് സ്ട്രോങ്ങർ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോൾട്ടി ടേസ്റ്റിന് കാരണമാവുന്നത് എന്താണ്? നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ആണ് സോൾട്ട് മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടെ കാറ്റയോൺ എന്ന് പറയുന്നതാണ് മെയിനായിട്ട് സോൾട്ടി ടേസ്റ്റിന് കാരണമാവുന്നത്. ആനയോൺസും കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട്.
ബിറ്റർ ടേസ്റ്റിന് കാരണമാവുന്നത് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ക്ലാസസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഒന്ന് ലോങ് ചെയിൻ ഓർഗാനിക് സബ്സ്റ്റൻസ്, 2 ആൽക്കലോയിഡ്സ്. ഇപ്പം നമ്മുടെ മെഡിസിൻസൊക്കെ ബിറ്റർ ടേസ്റ്റ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡ്രഗുകളിൽ മെഡിസിൻസിലൊക്കെ ക്യുനൈന്, നിക്കോട്ടിൻ പോലുള്ള ആൽക്കലോയിഡ് കണ്ടൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഈ ഒരു ബിറ്റർ ടേസ്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ റിജക്ഷൻ ഓഫ് ഫുഡിലേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്. സ്വീറ്റ് ടേസ്റ്റ് ആണ് അടുത്ത് പറയുന്നത്. സ്വീറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്ലാസ് ഓഫ് കെമിക്കൽസ് അല്ല സ്വീറ്റ് ടേസ്റ്റിന് കാരണമാവുന്നത്. അവിടെ കുറച്ച് എന്താ പറയുക, ഷുഗേഴ്സ്, ഗ്ലൈക്കോൾസ്, ആൽക്കഹോൾസ്, എസ്റ്റേഴ്സ്, അമിനോ ആസിഡ്സ്, അമൈഡ്സ്, സൾഫോണിക് ആസിഡ്, ഇനോർഗാനിക് സോൾട്ട്, ലെഡ്, ബെർലിയം പോലെയുള്ള കോമൺ ഈ ഒരു കെമിക്കൽസിൻ്റെയൊക്കെ ഒരു സൈമൾട്ടേനിയസ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് ഇതിന് കാരണമാവുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻഡെക്സ് ഓഫ് സ്വീറ്റ്നെസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് സ്വീറ്റ്നെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്രോസിൻ്റെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ സൂക്രോസിനനുസരിച്ച് റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സബ്സ്റ്റൻസിൻ്റെ സ്വീറ്റ് എത്രയുണ്ട് ഇൻറ്റൻസിറ്റി എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു എന്താ പറയുക P4000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്റ്റൻസിൻ്റെ സ്വീറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 5000 ആണ്. 5000 ടൈംസ് ഗ്രേറ്റർ ആണ് സൂക്രോസിനേക്കാളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവർ ടോക്സിക് ആയിട്ടുള്ളൊരു സ്വീറ്റനിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ടേസ്റ്റ് സെൻസേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത്. 4 ബേസിക് ടേസ്റ്റിന് കാരണമാവുന്ന റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടേസ്റ്റ് ബഡ്സ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, സൈസ് എങ്ങനെയാണ് വരുന്നത്. 7 to 10 ആണ് ടേസ്റ്റ് ബഡ്സിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്. അതുപോലെ തന്നെ എപ്പിത്തീലിയൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻ, എപ്പിത്തീലിയൽ സെൽസ് സറൗണ്ട് ചെയ്ത് എപ്പിത്തീലിയൽ സെൽസിനാണ് ടേസ്റ്റ് സെൽസ് ഫോം ചെയ്തിട്ടുള്ളത്. ടേസ്റ്റ് പോറിൻ്റെ പ്രസൻസും നമ്മൾ പറഞ്ഞു. ഇനി പറഞ്ഞു എന്താ ടേസ്റ്റ് ഹെയർസ് പ്രസൻ്റ് ആണ്, മൈക്രോവിലിയൽ ലൈക്ക് പ്രൊജക്ഷൻസും അല്ലെങ്കിൽ ടേസ്റ്റ് ഹെയർസ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവരാണ് മെയിനായിട്ട് ടേസ്റ്റ് സർഫസ് ഓഫ് ടേസ്റ്റ് റിസപ്റ്ററിൽ നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇവരിൽ നിന്ന് പെർസെപ്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ടേസ്റ്റ് നെർവ് ഫൈബേഴ്സ്. അതായത് ഇതാണ് ഒരു ടേസ്റ്റ് ബഡ് എന്നുണ്ടെങ്കിൽ ഇവിടെ ടേസ്റ്റ് പോറാണ്, ഇവിടെ ഹെയർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഇതാണ് ടേസ്റ്റ് ബഡ്. ഇതിലെന്ത് കാണാൻ പറ്റും, ടേസ്റ്റ് സെൽസും സസ്റ്റൻറ്റിക്കുലാർ സെൽസും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നെർവ് ഫൈബേഴ്സ് അറൈസസ് ഫ്രം ദ ടേസ്റ്റ് സെൽസ്. ടേസ്റ്റ് സെൽസ് എന്നാണ് നെർവ് ഫൈബേഴ്സ് അറൈസ് ചെയ്തിട്ടുള്ളത്. സെവറൽ ടേസ്റ്റ് ബഡ്സ് ഈ ഒരു സെയിം ടേസ്റ്റ് ഫൈബേഴ്സ് ആയിട്ട് ഇൻ്റർവേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ നെർവ് ഫൈബേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് സെൻസേഷൻ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നെർവ് ഫൈബേഴ്സ് ഡീജനറേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടേസ്റ്റ് ബഡ് കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് ആവും എന്നുള്ളതാണ് പറയുന്നത്. ടേസ്റ്റ് നെർവ് ഫൈബേഴ്സ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാൽ ടേസ്റ്റ് ബഡ്സും ഡീജനറേറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ബഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ടേസ്റ്റ് ബഡ് കാണുന്നത് എവിടെയാണ്, റേസ്ഡ് പ്രൊജക്ഷൻസ് പാപ്പില്ലകളിലാണ്. ടേസ്റ്റ് ബഡ്സ് ടങ്ങിൽ കാണുന്ന റീജിയണിലെ പാപ്പില്ലേസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ടങ്ങിലെ നമുക്ക് എവിടെയാണത് കാണുന്നത്, ആ പൊസിഷൻ്റെ ബേസിസിലൊക്കെയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത് സർക്കംവെല്ലേറ്റ് പാപ്പില്ലേ, പോസ്റ്റീരിയർ ആയിട്ടുള്ള സൈഡിൽ കാണുന്ന പാപ്പില്ലേസ് ആണ് സർക്കംവെല്ലേറ്റ് പാപ്പില്ലേ എന്ന് പറയുന്നത്. മെയിനായിട്ട് സർക്കംവെല്ലേറ്റ് പാപ്പില്ലേ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താണ്, വി ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, ലാർജ് സ്ട്രക്ചേഴ്സ് ടങ്ങിൻ്റെ പോസ്റ്റീരിയർ ആയിട്ടുള്ള സൈഡിൽ കാണുന്നതാണ്. വി ഷേപ്ഡ് സ്ട്രക്ചറാണ് ഇവർ. ഈ പാപ്പില്ലയിൽ ഏകദേശം ഒരു 100 to 250 ടേസ്റ്റ് ബഡ്സ് നമുക്ക് സർക്കംവിലേറ്റ് പാപ്പില്ലയുടെ അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് പാപ്പില്ലേസ്. രണ്ടാമത്തെ കേസ് പറയുന്നതാണ് ഫില്ലിഫോം പാപ്പില്ലേ. ഫില്ലിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത് മോസ്റ്റ് ന്യൂമറസ് ആയിട്ടുള്ള ഒരു പാപ്പില്ലേസ് ആണ് ഫില്ലിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്മോൾ ഓർ കോണിക്കലി ഷേപ്ഡ് ആയിട്ടുള്ള പാപ്പില്ലേസ് ആണ്. മെയിനായിട്ട് ഇവർ കാണുന്നത് നമ്മളൊരു ടങ്ങിന് ഏകദേശം മിഡിലൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് മിഡ് ലൈനിലാണ് കാണാൻ പറ്റുന്നത് ഈ ഫില്ലിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഫില്ലിഫോം പാപ്പില്ലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ടേസ്റ്റ് ബഡ്സ് കാണാനായിട്ട് പറ്റില്ല. പകരം ഈ പാപ്പില്ലേസ് എന്ന് പറയുന്നത് ഒരു ടങ്ങിന് ടെക്സ്ചർ കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ടച്ചിൻ്റെ സെൻസേഷൻ മനസ്സിലാക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ടച്ച് സെൻസേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടങ്ങിന് ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫില്ലിഫോം പാപ്പില്ലേസ് ഹെൽപ്പ് ചെയ്യുന്നത്. സർക്കംവെല്ലേറ്റ് പാപ്പില്ലേസ് പോസ്റ്റീരിയർ സർഫസിൽ വി ഷേപ്പിൽ കാണുന്നു എന്ന് പറഞ്ഞു. ഫില്ലിഫോം പാപ്പില്ലേ മിഡ് ലൈനിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത്. മെയിനായിട്ട് അവർ ആ ഒരു റീജിയനിലാണ് കൂടുതൽ കാണുന്നത്. ടേസ്റ്റ് ബഡ്സ് അവിടെ പ്രസൻ്റ് അല്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പാപ്പില്ലേസ് പറയുന്നതാണ് നമ്മുടെ
ഫംഗിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത്. ഫംഗിഫോം പാപ്പില്ലേ കാണാൻ പറ്റുന്നത് മെയിനായിട്ട് എവിടെയാണ്? ആൻറ്റീരിയർ റീജിയനിലാണ്. ഒരു റൗണ്ട് അല്ലെങ്കിൽ മഷ്റൂം ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പാപ്പില്ലയാണ് ഫംഗിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത്. ആൻറ്റീരിയർ ഡോർസൽ സർഫസ് ഓഫ് ദി ടങ്ങിലാണ് മെയിനായിട്ട് ഫംഗിഫോം പാപ്പില്ലേ കാണുന്നത്. ഫംഗിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത് ടിപ്പ് ഒരു ടങ് ടിപ്പിലാണ് കൂടുതൽ കാണുന്നത്. ഏകദേശം ഒരു ഈച്ച് പാപ്പില്ലേസിൽ നമുക്ക് ടേസ്റ്റ് ബഡ്സ് നോക്കുമ്പോൾ 5 ടേസ്റ്റ് ബഡ്സ് ആണ്. നമ്പർ ഓഫ് ടേസ്റ്റ് ബഡ്സ് ഓൺ ഈച്ച് പാപ്പില്ലേ ഏകദേശം 5 എണ്ണമായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇൻ ദ കേസ് ഓഫ് ഫംഗിഫോം പാപ്പില്ലേ. വേറൊരു ടൈപ്പ് പാപ്പില്ലേ എന്ന് പറയുന്നതാണ് ഫോളിയേറ്റ് പാപ്പില്ലേ. ഫോളിയേറ്റ് പാപ്പില്ലേ എന്ന് പറയുന്നത് മെയിനായിട്ട് എവിടെയാണ് കാണുന്നത്? ലാറ്ററൽ സൈഡിൽ, ടങ്ങിൻ്റെ ലാറ്ററൽ സൈഡിൽ കാണുന്നതാണ് ഫോളിയേറ്റ് പാപ്പില്ലേ. പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ടങ്ങിലാണ് മെയിനായിട്ട് ഫോളിയേറ്റ് പാപ്പില്ലേ കാണാനായിട്ട് പറ്റുന്നത്. ലാറ്ററൽ പോർഷനിലാണ് കാണുന്നത്. ഇവിടെ മെയിനായിട്ട് ഇവർ ടങ്ങിൻ്റെ ലാറ്ററൽ സൈഡിൽ കാണുന്നു. 4 or 5 വെർട്ടിക്കൽ ഫോൾഡ് ആയിട്ടൊക്കെയാണ് മെയിനായിട്ട് ഇത് കാണുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പാപ്പില്ലേസിൽ പറയാനുള്ളത്. അപ്പം അതിൽ സെർക്കംവെല്ലേറ്റ് പാപ്പില്ലേ നമ്മൾ പറഞ്ഞു വി ഷേപ്ഡ് ആണ്. സെർക്കംവെല്ലേറ്റ് വി ഷേപ്ഡ്. ഫില്ലിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത് എന്താണ്? മിഡ് ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് കാണുന്നത് ഫില്ലിഫോം പാപ്പില്ലേ. ഫംഗിഫോം പാപ്പില്ലേ എന്ന് പറയുന്നത് ആൻറ്റീരിയർ സൈഡിൽ കാണുന്നതാണ്. ഫോളിയേറ്റ് പാപ്പില്ലേ ലേറ്റ് ലാറ്ററൽ. ഫോളിയേറ്റ് പാപ്പില്ലേ ലാറ്ററൽ റീജിയൻ, പോസ്റ്റീരിയർ സൈഡിൽ ലാറ്ററൽ റീജിയനിലാണ് മെയിനായിട്ട് ഫോളിയേറ്റ് പാപ്പില്ലേ കാണുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പാപ്പില്ലേസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് മെക്കാനിസം ഓഫ് സ്റ്റിമുലേഷൻ ഓഫ് ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻസ് ബ്രെയിനിലെത്തുന്നത്, അവരുടെ മെക്കാനിസം ഓഫ് സ്റ്റിമുലേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ പറയുന്നത് പോലെ മെമ്മറൈൻ പൊട്ടൻഷ്യലിൻ്റെ ബേസിസിൽ തന്നെയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടേസ്റ്റ് സെൽസിൻ്റെ മെമ്മറൈൻ നോർമലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇൻസൈഡ് മെമ്മറൈൻ നെഗറ്റീവ്ലി ചാർജ് ആണ്. പുറത്തത്തെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ടേസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് സെൻസേഷൻസ് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് സബ്സ്റ്റൻസ് ടേസ്റ്റ് ഹെയറിലെത്തുന്നു. സോ അപ്പോൾ എന്തുണ്ടാവുന്നു? പാർഷ്യൽ ലോസ് ഓഫ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഉള്ളിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറുന്നു, ഡീപോളറൈസേഷൻ സംഭവിക്കുന്നു, ഉള്ളിലെ നെഗറ്റീവ് കുറഞ്ഞു വരുന്നു. അങ്ങനെ പൊട്ടൻഷ്യൽ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? പ്രപ്പോർഷൻ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സ്റ്റിമുലേറ്റിംഗ് സബ്സ്റ്റൻസ്. നമ്മൾ എത്രത്തോളം കഴിക്കുന്നുണ്ട്, ടേസ്റ്റ് സബ്സ്റ്റൻസ് എത്രത്തോളം എത്തുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇൻ ടേസ്റ്റ് സെൽസിലുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഫോർ ടേസ്റ്റ്. ഇതിനാണ് നമ്മൾ റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ റിസപ്റ്റർ പൊട്ടൻഷ്യലാണ് നമുക്ക് ടേസ്റ്റ് സ്റ്റിമുലസിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ സംഭവിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ഹെയർ ലൈക്ക് ആയിട്ടുള്ള പ്രൊജക്ഷൻസ് നമുക്ക് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റൻസ് ഈ റിസപ്റ്ററിൽ എത്തുമ്പോൾ ഈ ഒരു ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസിന് അവിടെ നിന്ന് അബ്സോർപ്ഷൻസ് ഉണ്ടാവുന്നു. സബ്സ്റ്റൻസസ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹെയർ മെമ്മറൈനിൽ എന്ത് സംഭവിക്കും? ഫിസിക്കലി കുറച്ച് മാറ്റങ്ങൾ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതായത് ഹെയർ മെമ്മറൈനിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പൊട്ടൻഷ്യലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സബ്സ്റ്റൻസ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെമ്മറൈനിന് തന്നെ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ച് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ പെർമിബിലിറ്റിയിൽ മാറ്റം സംഭവിക്കുന്നു. അതായത് ഇത്ര നേരം കടത്തിവിട്ട പോലെയല്ല, പിന്നെ അങ്ങോട്ട് മോർ പെർമിബിൾ ടു സോഡിയം അയോൺസ്. അതുപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സോഡിയം അയോൺസ് അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പെർമിബിലിറ്റിയിൽ ഡിഫറൻസ് വരുമ്പോൾ ഉള്ളിലേക്ക് കടക്കും. സോ മോർ ഡിപോളറൈസേഷൻ സംഭവിക്കും. അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരുന്നു, പിന്നീട് നെഗറ്റീവ് ചാർജ് കുറഞ്ഞു വരുന്നു, ഡിപോളറൈസേഷൻ സംഭവിക്കുന്നു. അതിനുശേഷം പെർമിബിലിറ്റിയിൽ ഡിഫറൻസ് വരുന്നു. ഈ ഒരു അബ്സോർപ്ഷൻ നടക്കുമ്പോൾ പെർമിബിലിറ്റി ഡിഫറൻസ് വന്ന് സോഡിയം അയോൺസ് ഉള്ളിലേക്ക് കയറി മോർ ഡിപോളറൈസേഷൻ സംഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ സലൈവയുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഗ്രാജുവലി നമുക്ക് ടേസ്റ്റിനെ വാഷ് ഓഫ് ചെയ്ത് കളയാന്നുള്ളതാണ് സലൈവ ചെയ്യുന്നത്. ഇനി നമുക്ക് തന്നെ അറിയാം ജനറേഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ബൈ ദ ടേസ്റ്റ് ബഡ്സ്. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ ആദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക സ്റ്റിമുലസ് ആയിരിക്കും, പ്രത്യേക സെൻസേഷൻ ആയിരിക്കും. പിന്നീട് നമ്മൾ ഒരേ ഫുഡ് വീണ്ടും കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു തുടക്കത്തിലുള്ള ആ ഒരു സെൻസേഷൻസ് പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ സംഭവിക്കുന്ന സമയത്ത് ഡിസ്ചാർജ് ഓഫ് നെർവ് ഫൈബേഴ്സ്, റേറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് നെർവ് ഫൈബേഴ്സ് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് ഒരു സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, നമ്മൾ ആദ്യമായി കഴിക്കുന്ന സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്തുണ്ടായിരിക്കും? ലാർജ് നമ്പർ ഓഫ് നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് നെർവ് ഫൈബേഴ്സ് കൂടുതലാണ്.
അതിന് ശേഷം പിന്നീട് നമ്മളൊരു 2 സെക്കൻഡ് നെക്സ്റ്റ് 2 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു നെർവ് ഫൈബേഴ്സിൻ്റെ ഡിസ്ചാർജ് കുറയും. അവിടെ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രോങ് ഇമ്മീഡിയറ്റ് സിഗ്നൽസ് പിന്നെ പോവില്ല. ആദ്യം ഉണ്ടാവുന്ന സ്ട്രോങ് ഇമ്മീഡിയറ്റ് സിഗ്നൽസ് ആണ് ടേസ്റ്റ് നെർവ് ഫൈബേഴ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നീട് പോകുന്നത് വീക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് പിന്നീട് പോവുക. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം കഴിക്കുമ്പോൾ ഉള്ള ഒരു സ്റ്റിമുലസ് നല്ലൊരു ഹൈ ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമ്മളത് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റിമുലസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് നെർവ് ഫൈബേഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ സിഗ്നലും കുറവായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നെർവ് ഇമ്പൾസ് ജനറേഷൻസ് നടക്കുന്നത്. അപ്പം അത് സോർ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡീപോളറൈസേഷന് കാരണമാവുന്നത് മെയിൻലി H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻസ് കൂടുമ്പോഴാണ്. K+ അയോൺസിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ സോൾട്ടിൻ്റെ കേസിൽ സോഡിയം Na+ അയോൺസ് സോഡിയം അയോൺസിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ഡീപോളറൈസേഷൻ കാരണമാവുന്നത്. ഇൻഫ്ലക്സ് ഓഫ് സോഡിയം അയോൺസ് ആണ്. ബിറ്റർ ടേസ്റ്റിന് കാരണമാവുന്നത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. എക്സ്ട്രാ സെല്ലുലർ റിസപ്റ്ററുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ്, GPCRs എന്ന് പറയുന്നത്. അപ്പോൾ GPCR റിസപ്റ്റേഴ്സ് കാരണം കാൽഷ്യം റിലീസ് ഉണ്ടാവുന്നു എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അവിടെ നിന്ന് ഒരു സിഗ്നലിംഗ് കിട്ടുന്നത് വഴി കാൽഷ്യം റിലീസ് ഉണ്ടാവുന്നു. അതാണ് മെയിനായിട്ട് ബിറ്റർ ടേസ്റ്റിന് കാരണമാവുന്നത്. സ്വീറ്റ് ടേസ്റ്റിന് കാരണമാവുന്നത് ഇവിടെയും ഡിപ്പോളറൈസേഷൻ തന്നെയാണ് സംഭവിക്കുന്നത്. ജി പ്രോട്ടീൻ ആക്ടിവേഷൻ കാരണം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ജി പ്രോട്ടീൻ കപ്പിൾഡ് ആയിട്ടുള്ള സിഗ്നലിംഗ് പാത്വേ തന്നെയാണ് സ്വീറ്റ്നെസ്സിൻ്റെ കേസിലും സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലിഗാൻഡ് GPCR റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ എഫക്റ്ററായിട്ടുള്ള അഡിനൈൽ സൈക്ലേസിൻ്റെ ആക്ടിവേഷൻ സംഭവിക്കും. സോ അവിടെ നിന്ന് CAMP സെക്കൻഡ് മെസ്സഞ്ചർ ആയിട്ടുള്ള CAMPയുടെ ലെവൽ കൂടുന്നു. CAMPയുടെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഡൗൺ സ്ട്രീം പ്രോസസ്സ് അവർ ചെയ്യുന്നൊരു പ്രോസസ്സാണ് K+ ചാനൽസിനെ ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് സ്വീറ്റ്നെസ് കിട്ടാനായിട്ടത് കാരണമാവുന്നുണ്ട്. ഡിപ്പോളറൈസേഷൻ അത് കാരണമാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ട് ഓരോ ടേസ്റ്റ് സെൻസേഷനിൽ എന്താണ് ഡിപ്പോളറൈസേഷന് കാരണമാവുന്നതെന്നുള്ളതെന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ടേസ്റ്റ് സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. CNSലേക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ടേസ്റ്റ് സിഗ്നൽസ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടങ്ങിൻ്റെ ആൻറ്റീരിയർ 2/3 പോർഷനും അതുപോലെ തന്നെ പോസ്റ്റീരിയർ 1/3 പോർഷനും അവിടെ നിന്നും ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെർവ്സ് ആണ്. അപ്പോൾ ടങ്ങിലെ ആൻറ്റീരിയർ 2/3 പോർഷനിൽ നിന്നും ആദ്യം ടേസ്റ്റ് ഇമ്പൾസസ് ലിംഗ്വൽ നെർവ്, അതായത് ട്രൈജെമിനൽ ക്രാനിയൽ നെർവ് 5 ആയിട്ടുള്ള ട്രൈജെമിനൽ നെർവിൻ്റെ ഒരു പോർഷനാണ് ലിംഗ്വൽ നെർവ് എന്ന് പറയുന്നത്. ലിംഗ്വൽ നെർവാണ് ആദ്യമായിട്ട് ആൻറ്റീരിയർ 2/3 ഓഫ് ദി ടങ്ങിൽ നിന്നും ടേസ്റ്റ് ഇമ്പൾസസിനെ കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ത്രൂ കോഡ ടിംപാനി എന്ന് പറയുന്നത് ക്രാനിയൽ നെർവ് 7ൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതായത് ഫേഷ്യൽ നെർവ് ആയിട്ടുള്ള ക്രാനിയൽ നെർവ് 7ൻ്റെ ഒരു ബ്രാഞ്ചാണ് കോഡ ടിംപാനി എന്ന് പറയുന്നത്. ത്രൂ കോഡ ടിംപാനി ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയസ് എന്ന് പറഞ്ഞ മെഡുല്ലയുടെ പോർഷനിലേക്ക് എത്തുന്നു. അത് ആൻറ്റീരിയർ 2/3 ഓഫ് ദി ടങ്. ഇനി പോസ്റ്റീരിയർ 1/3 ഓഫ് ദി ടങ്ങിൽ നിന്നും നെർവ് കളക്ട് ചെയ്തെത്തുന്നതും ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയസിലേക്ക് തന്നെയാണ്. ഇവിടെ പോസ്റ്റീരിയർ 1/3 നിന്ന് കളക്ട് ചെയ്യുന്ന നെർവ് എന്ന് പറയുന്നത് ഗ്ലോസോഫൈറഞ്ചിയൽ നെർവ്സ് ആണ്. പോസ്റ്റീരിയർ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ എന്ത് കാണാൻ പറ്റുന്നത്, സർക്കംവലേറ്റ് പാപ്പിലേസ് കാണാൻ പറ്റുന്നത്. പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദി ടങ്ങിൽ V-ഷേപ്ഡ് ആയിട്ട് കാണുന്ന പാപ്പിലേസ് ആണ് സർക്കംവലേറ്റ് പാപ്പിലേസ്. അപ്പോൾ സർക്കംവലേറ്റ് പാപ്പിലേന്ന് കിട്ടുന്ന ടേസ്റ്റ് സെൻസേഷൻസ്, അതുപോലെ തന്നെ പോസ്റ്റീരിയർ റീജിയൻ ഓഫ് ദി ടങ് ഗ്ലോസോഫൈറഞ്ചിയൽ നെർവ് വഴി, അതായത് ക്രാനിയൽ നെർവ് ആയിട്ടുള്ള 9 അതുവഴി എവിടെ എത്തുന്നു, ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയസിലേക്ക് എത്തുന്നു. അത് മെഡുല്ലയിലെ ഒരു പോർഷനാണ്. അപ്പോൾ ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ആണ്. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയത്തിൽ എത്തുന്നു. നെക്സ്റ്റ് അവിടെ നിന്നാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ചെന്ന് എത്തുന്നത് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയത്തിൽ നിന്നും തലാമസിലേക്കാണ്. അപ്പം അതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞു ടങ്ങിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ നിന്നും കളക്ട് ചെയ്ത് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയത്തിലെത്തി. പോസ്റ്റീരിയർ 1/3 നിന്നും കളക്ട് ചെയ്ത് ഗ്ലോസോഫൈറഞ്ചിയൽ നെർവ്സ് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടസ് സൊളിറ്റാരിയസിലേക്ക്
ഇമ്പൾസസ് എത്തിച്ചു. അതുപോലെ തന്നെ ഫ്യൂ ടേസ്റ്റ് ബഡ്സ് നമ്മൾ പറഞ്ഞു എപ്പിഗ്ലോട്ടിസിലും ഫാരിങ്സിലും അവിടെയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ നിന്നും വാഗൽ നെർവാണ് 10th ക്രാനിയൽ നെർവായിട്ടുള്ള വേഗൽ നെർവാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസസിനെ കളക്ട് ചെയ്ത് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടർ സോളിറ്റാരിയത്തിലേക്ക് എത്തുന്നത്. അപ്പം അത് കഴിഞ്ഞ് വേറെ പോർഷൻസ് എന്ന് പറയുന്നത് ടച്ച്, പെയിൻ, പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെയുള്ള സെൻസേഷൻസ് ആൻറ്റീരിയർ റീജിയൻ ഓഫ് ദി ടങ് അത് ആദ്യം 5th ക്രാനിയൽ നെർവ്സ് ആയിട്ടുള്ള ട്രൈജമിനൽ നെർവ്സ് കോഡ ടിംപാനി ആയിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു ഇമ്പൾസസും എവിടെ എത്തുന്നുണ്ട്, ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടർ സോളിറ്റാരിയസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് എല്ലാതും അവസാനിക്കുന്നത് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടർ സോളിറ്റാരിയസ് എന്ന് പറഞ്ഞ മെഡുല്ലയുടെ പോർഷനിലാണ്. അവിടെ നിന്ന് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് തലാമസിലേക്കാണ് എത്തുന്നത്. ഈ സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് തലാമസിലേക്ക് എത്തുന്ന ആ പാത്വേനെ നമ്മൾ മീഡിയൽ ലെമിനസൽ പാത്വേ എന്നാണ് പറയുന്നത്. മീഡിയൽ ലെമിനസൽ പാത്വേ വഴിയാണ് ഇവിടെ നിന്നും പോസ്റ്റീരിയോ വെൻട്രൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിലേക്ക് എത്തുന്നത്. ഇവിടെ നിന്നും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ഇവിടെ എത്തുന്നു. ഇവിടെ നിന്നാണ് തേർഡ് ഓർഡർ ന്യൂറോൺസ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. തേർഡ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത് ചെന്ന് അവസാനിക്കുന്നത് സെൻസറി കോർട്ടെക്സിലേക്കാണ്. അതായത് ബ്രെയിനിലെ കോർട്ടെക്സിലെ പെറൈറ്റൽ കോർട്ടെക്സിലേക്കാണ് ഇത് വന്ന് അവസാനിക്കുന്നത്. പോസ്റ്റ് സെൻട്രൽ ഗൈറസിൻ പെറൈറ്റൽ കോർട്ടെക്സിലേക്ക് ഇത് ചെന്ന് അവസാനിക്കുന്നു. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടേസ്റ്റിൻ്റെ സെൻസേഷൻ ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ തലാമസ് എന്ന തേർഡ് ഓർഡർ ന്യൂറോൺസ് ലോവർ ടിപ്പ് ഓഫ് പോസ്റ്റ് സെൻട്രൽ ഗൈറസിലേക്ക് എത്തുന്നു. അത് കാണുന്നത് പെറൈറ്റൽ കോർട്ടെക്സിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആൻറ്റീരിയർ 2/3 പോസ്റ്റീരിയർ 1/3. ആൻറ്റീരിയർ 2/3 തങ്ങിൽ നിന്ന് ലിംഗ്വൽ നെർവ് കളക്ട് ചെയ്ത് ത്രൂ കോഡ ടിംപാനി എവിടെ എത്തുന്നു, ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടർ സോളിറ്റാരിയസിലേക്ക് എത്തുന്നു. ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ പോർഷനാണ്, മെഡുല്ലയുടെ പോർഷനാണ്. നെക്സ്റ്റ് പോസ്റ്റീരിയർ 1/3 ഗ്ലോസോഫൈറൻജിയൽ ആയിട്ടുള്ള നെർവ്സ് ആണ് കളക്ട് ചെയ്ത് ഇതേ പോർഷനിലേക്ക് ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടർ സോളിറ്റാരിയസിലേക്ക് എത്തുന്നു. അവിടെ നിന്നും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് സ്റ്റാർട്ടിങ് നടക്കുന്നു. അവിടെ എത്തുന്നത് എവിടേക്കാണ്, തലാമസിലേക്കാണ്. വെൻട്രൽ പോസ്റ്റീരിയർ മീഡിയൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിൻ്റെ പോസ്റ്റീരിയോ വെൻട്രൽ ന്യൂക്ലിയസിലേക്കാണ് എത്തുന്നത്. ഈ ഒരു പാത്വേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മീഡിയൽ ലെമിനിസൽ പാത്വേ എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്നും തേർഡ് ഓർഡർ ന്യൂറോൺസ് ആണ് കോർട്ടെക്സിലേക്ക് എത്തുന്നത്. കോർട്ടെക്സിൻ്റെ ഗസ്റ്റേറ്ററി കോർട്ടെക്സ് അല്ലെങ്കിൽ സെൻസറി കോർട്ടെക്സ്, പോസ്റ്റ് സെൻട്രൽ ഗൈറസ്, പെറൈറ്റൽ കോർട്ടെക്സിൻ്റെ ആ ഒരു റീജിയനിലേക്ക് എവിടെ എന്തെത്തുന്നു, നമ്മുടെ ഇമ്പൾസസ് എത്തുന്നു തേർഡ് ഓർഡർ ന്യൂറോൺസ് വഴി. ഇങ്ങനെയാണ് നമ്മുടെ നെർവൽ ട്രാൻസ്മിഷൻസ് നടക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ടേസ്റ്റ് സെൻസേഷൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ടേസ്റ്റ് റിഫ്ലെക്സസ് ഈ ഒരു ട്രാക്ടർ സോളിറ്റാരിയസിലേക്ക് ലാർജ് നമ്പർ ഓഫ് ഇമ്പൾസസ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ സലൈവറി ന്യൂക്ലിയസിലേക്ക് എത്തുന്നുണ്ട്. അതായത് ഇമ്പൾസസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി സലൈവറി ന്യൂക്ലിയസ് ഓഫ് ട്രാക്ടർ സോളിറ്റാരിയസിൽ നിന്നും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അത് കാരണം തന്നെ ഈ ഒരു ന്യൂക്ലിയസിൽ നിന്നും ഇമ്പൾസ് ട്രാൻസ്മിഷൻ സബ്മാൻഡിബുലാർ ആൻഡ് പരോട്ടിഡ് ഗ്ലാൻഡിലേക്ക് എത്തും. അങ്ങനെ സലൈവയുടെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് ഫുഡ് വരുന്ന സമയത്ത് ഇഞ്ചക്ഷൻ്റെ സമയത്തൊക്കെയുള്ള സലൈവ എങ്ങനെയാണ് സെക്രീറ്റ് ചെയ്യുന്നുള്ളത് അതിൻ്റെ കൺട്രോളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നെർവൽ ട്രാൻസ്മിഷൻസ് വഴി കൺട്രോൾ നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, ടേസ്റ്റിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിൽ പറയാനുള്ളത്. ടേസ്റ്റ് ഫിസിയോളജി പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ബഡ്സിൻ്റെ പൊസിഷൻ എന്താണ്, ടേസ്റ്റ് ബഡ്സിൻ്റെ ആ ഒരു പാപ്പിലേസ് നമ്മൾ പറഞ്ഞു, പാപ്പില്ലയുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാപ്പിലേസ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റുകൾ ഏതൊക്കെയാണ്, 4 ബേസിക് ടേസ്റ്റുകൾ ഏതൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ റിസപ്റ്റർ പൊട്ടൻഷ്യലിൽ ചേഞ്ച് വരുന്നത്, ഡിപ്പോളറൈസേഷൻ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള മെക്കാനിസം ഓഫ് ആക്ഷനും പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണത് നെർവൽ ട്രാൻസ്മിഷൻസ് CNSലേക്ക് എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്, അവിടെ നിന്ന് എങ്ങനെയാണ് ടേസ്റ്റ് സെൻസേഷൻസ് കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ടേസ്റ്റ് ഫിസിയോളജിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.